തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻ ആഭ്യന്തരമന്ത്രി നമ്മോടൊപ്പം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കുകയാണ് ഈ കാര്യത്തിലൊരു വളരെ സുപ്രധാനമായ അന്വേഷണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ താങ്കൾ ഏറെ പഴികേട്ടതുമാണ്. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിലേക്ക് ഈ കേസ് എത്തുന്ന ഘട്ടത്തിൽ സി പി എമ്മുമായി ഒത്തുകളിച്ച് താങ്കൾ ആ പ്രതികളെ അല്ലെങ്കിൽ അവരെ പ്രതിപട്ടികയിൽ എത്തുന്നത് തടഞ്ഞു എന്ന്. ഇപ്പോൾ പി മോഹനിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങേക്ക് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഈ പറഞ്ഞ ടോട്ടലായിട്ട് ഞാൻ നിഷേധിക്കുന്നു. അത് ദുരുപദിഷ്ടമാണ്. അത് ഈ കേസിന്റെ വെയിറ്റ് ഇല്ലാതാക്കാൻ വേണ്ടി ഇതിന്റെ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു ആയുധമാണ്. ഈ കേസിന്റെ ഒരു 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 റൂട്ട് മാപ്പ് ആർക്കറിയാം? ഇതിന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നതാണോ? ദൃക്സാക്ഷികളുള്ളതാണോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കേസ് കേരളത്തിന്റെ ജൂറിസ്പ്രൂഡൻസിന്റെ ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് ശിക്ഷിച്ചതുണ്ടോ? ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന ഈ സംഭവം നടന്ന വാഹനത്തിന്റെ നിറം പോലും ആർക്കും പുറത്തറിയില്ലായിരുന്നു. ഞങ്ങൾ അന്വേഷണം നടത്തി, കൃത്യ ആളുകളെ കണ്ടെത്തി. ചൊക്ലിയില് ഒരു മടയുടെ അടിയിൽ വെച്ച് ഉണ്ടായിരുന്ന ഈ വാഹനം അവിടെ നിന്ന് കണ്ടെടുത്തു. ആ വാഹനത്തിൽ നിന്ന് കിട്ടിയ മെറ്റീരിയൽ എവിഡൻസ് ആണ് പിന്നീട് ഈ 11-12 പേരിലേക്ക് വളർന്നത് എന്നുള്ളത് ഇതിന്റെ ചരിത്രം അറിയാവുന്ന ഏതൊരു കുട്ടിക്ക് പോലും അറിയാം. പിന്നെ ആളുകൾക്ക് അവരുടെ മോഹമുണ്ട്. കാരണം അവരുടെ ശത്രുവിനെ കൂടി എങ്ങനെയെങ്കിലും ഈ കേസിനകത്ത് പ്രതിയാക്കണം. അത് ഒത്തില്ലെന്നൊരിക്കൽ കേസിന്റെ അന്വേഷണം നടത്തിയെന്നവരെ കുറ്റപ്പെടുത്തുകയാണ്. എന്തൊക്കെ നമ്മളുടെ ഈ ഇത്രയും വർഷമായല്ലോ, ഈ വർഷങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും ഒരിക്കൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി ഒരു പ്രതിയുടെ കുറ്റകൃത്യം തെളിയിക്കുന്നതിന് വേണ്ടി നടത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഒരു കേസെങ്കിലും കേരളത്തിൽ, ഒരു കേസെങ്കിലും? നമ്പർ 2, കണ്ണൂർ ജില്ലയിൽ ഒരു വർഷക്കാലത്തേക്ക് പിന്നീട് രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ളത് ആ ഇൻവെസ്റ്റിഗേഷന്റെ നിഷ്പക്ഷതയാണ് സമൂഹം വിലയിരുത്തിയത്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനകത്ത് ഇവിടെ പ്രേരണ കുറ്റത്തിന് വിധിക്കപ്പെട്ട ആളുകൾ അവർക്കെതിരെ കേസെടുത്തു. അവരും ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ഏതെങ്കിലും ഒരു കൊലക്കേസിനകത്ത് പ്രേരണ കുറ്റത്തിന് ആളുകളെ ശിക്ഷിച്ച കേസ് ഉണ്ടായിട്ടുണ്ടോ? അത്ര സൂക്ഷ്മതയോടുകൂടി കൃത്യമായി ഈ കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ എല്ലാം നടന്നത്. ഇനി നാലാമത്തെ കാര്യം, ട്രയൽ കോടതി 12 പേരെയാണ് ശിക്ഷിച്ചത്. ട്രയൽ കോടതി ശിക്ഷിച്ച 12 പേരുടെ കാര്യത്തിലും എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയേണ്ടതില്ല. ട്രയൽ കോടതിയിൽ ഞങ്ങൾ ഏകപക്ഷീയമായി പെരുമാറി എങ്കിൽ മോഹൻ മാസ്റ്റർ എങ്ങനെയാണ് പുറത്തു പോയത്? അന്ന് മോഹൻ മാസ്റ്റർ പുറത്തു പോയപ്പോൾ അന്നും പറഞ്ഞു ഒത്തുകളിയാണെന്ന്. ഈ അപ്പീൽ കോടതിയും മോഹൻ മാസ്റ്റർ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയല്ലോ. അപ്പൊ ഞങ്ങൾ അന്ന് കണ്ടെത്തിയ ആ കണ്ടെത്തൽ തന്നെയാണ് ട്രയൽ കോടതിയിലും അപ്പീൽ കോടതിയിലും വീണ്ടും അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമല്ലേ. ഞാൻ പറയുന്നത് അതിന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളെ അഭിനന്ദിക്കുകയൊന്നും വേണ്ട. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളതെന്ന് വെച്ചാൽ പിണറായി വിജയനാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്നും RMPയുടെ കെ രമയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുള്ളത്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തെളിവ് തന്നാൽ മതി? കെ രമയെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? തെളിവ് കൊടുക്കുന്നതിനകത്ത് നിങ്ങൾ തെളിവ് കൊടുക്കണ്ട എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെത്ര പ്രാവശ്യം മൊഴി കൊടുത്തിട്ടുണ്ട്? കോടതിക്കകത്ത് കൊടുത്തിട്ടുണ്ട്, പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തേ അതിന് സപ്പോർട്ടീവായിട്ട് എവിഡൻസ് കൊടുക്കാൻ പറ്റിയില്ല? കൊറോബറേറ്റീവ് എവിഡൻസിന്റെ അത് ഒരു പ്രതിയെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റുമോ? നമുക്കിഷ്ടമില്ല എന്നുള്ളത് കാരണം കൊണ്ട് മാത്രം അങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? അതാണ് ആ നീതിബോധത്തോടു കൂടി നമ്മൾ നിഷ്പക്ഷമായി അന്വേഷണം നടത്തിയത് കൊണ്ടാണ് ഞങ്ങളുടെ കണ്ടെത്തൽ 100% കറക്റ്റാണ് എന്ന്. ആദ്യത്തെ കുറ്റപത്രത്തിൽ തന്നെ ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല. ഒരു ഘട്ടത്തിൽ അന്വേഷണം നിലയ്ക്കുകയാണ്. അത് പിണറായി വിജയനെ സഹായിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അല്ല, ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് നികേഷിനത് അറിയാം. ആദ്യത്തെ ഗൂഢാലോചന നടന്ന ചോമ്പോല പോലീസ് സ്റ്റേഷനിലാണ്. ആ പോലീസ് സ്റ്റേഷനിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ്. നികേഷ് ഇപ്പോൾ അറിയുന്നില്ല എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നികേഷിന് അറിയാൻ സാധ്യതയുണ്ടല്ലോ. അവിടെയാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തി. എന്ത് നടത്തി? ആ കേസ് അവിടെ പോയി. അതിനുശേഷം അത് CBIക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആവശ്യം വന്നല്ലോ. എന്തേ അത് വിടാതിരുന്നത്? അതൊന്നും ചെയ്തില്ല. അതേസമയം നിഷ്പക്ഷമായി അന്വേഷണം നടത്തി ശിക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനാലിറ്റി വന്ന ഒരു കേസ് അത് പിന്നീട് കുറ്റാരോപണം നടത്തി അതിന്റെ സക്സസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്
ലോ ആൻഡ് ഓർഡറിൽ പ്രതികളെ സഹായിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അറിയാമായിരുന്നു ഇത് പിണറായി വിജയനോ അല്ലെങ്കിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വമോ പങ്കാളിയല്ല എന്ന്? കാരണം ഇതിനകത്ത് ആ നിലയിലുള്ള ഒരു വാദം ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, കണ്ണൂർ, കോഴിക്കോട് രണ്ട് DC-കൾ, രണ്ട് ജില്ലാ കമ്മിറ്റികൾ, അതിൽപ്പെട്ട ഏരിയ കമ്മിറ്റികളിലെ പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഉൾപ്പെട്ട കേസാണ് എന്നുള്ളതാണ്. CPM-ന്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് രണ്ട് ജില്ലകളിലെ AC-കൾ തമ്മിൽ ഒരു യോജിപ്പ് വേണമെങ്കിൽ അതിനൊരു CPM നേതൃത്വത്തിൻ്റെ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ കോർഡിനേഷൻ വേണമെന്നാണ് സംഘടനാ സംവിധാനം അറിയാവുന്ന RMPക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞ സംഘടനാ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു ക്രിമിനൽ കേസിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ, കൊലക്കേസിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് സംഘടനയ്ക്കകത്തെ കാര്യം. മെറ്റീരിയൽ എവിഡൻസ് എന്തുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെന്ന് വീട്ടിൽ അവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഇന്ന് ഈ പറയുന്ന ആളുകളെല്ലാം ഒന്ന് കോടതിയിൽ എത്തിയിരുന്നല്ലോ. അവർ പല പ്രാവശ്യം അവിടെ മൊഴി കൊടുത്തിരുന്നല്ലോ. ആ മൊഴിക്കകത്ത് സപ്പോർട്ടീവായിട്ട് ഇനി എവിഡൻസ് ഉണ്ട് എന്ന് പറയാൻ ഇവർക്കെന്താ കഴിയാതെ പോയത്? ആരെങ്കിലും ഇവരുടെ കൈ വിലങ്ങിയിരുന്നോ? ആരെങ്കിലും അവരെ നിശബ്ദരാക്കിയിരുന്നോ? സ്വതന്ത്രമായ കോടതിയിൽ, അത് പിഷാരടി സാറിന്റെ കോർട്ട് എന്ന് പറയുന്ന നിഷ്പക്ഷമാണ്. ആ കോടതിയാണ് ട്രയൽ കോടതി. ആ ട്രയൽ കോടതിയിൽ ഇവർ ഒളിച്ചു വെച്ചതിന് ശേഷം പിന്നീട് ഇത് പറയുന്നത് എന്ത് കഥയാണ്? അത് ഞാൻ ഇരകളുടെ അല്ലെങ്കിൽ രക്തസാക്ഷിയുടെ പാർട്ടിക്ക് വേണ്ടി ചോദിച്ച ചോദ്യമാണെങ്കിൽ, ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, അല്ലെങ്കിൽ ഇന്നുണ്ടായിട്ടുള്ള ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു തുടർ നടപടി എന്ന് പറയുന്നത്, P. മോഹനെതിരെ വ്യാജരേഖയുണ്ടാക്കി തെറ്റായി പ്രതി ചേർത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്നത്തെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ജോസി ചെറിയാൻ വിചാരണ നേരിടണം എന്നുള്ളതാണ്. P. മോഹനെ പ്രതി ചേർക്കാൻ വേണ്ടി വ്യാജ മഹസറുണ്ടാക്കി എന്നുള്ളതാണ്. അത് KC രാമചന്ദ്രനെ കൊണ്ടുവന്ന് ആ പൂക്കടയിലെ സ്ഥലം ചൂണ്ടിക്കാണിച്ച് KC രാമചന്ദ്രൻ ഇവിടെ വെച്ചാണ് താൻ ഗൂഢാലോചന നടത്തിയത് എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് ആ മഹസർ. ഇപ്പോൾ DYSP ജോസി ചെറിയാൻ, RMP നേതാവ് പ്രമോദ്, അതുപോലെ തന്നെ സാക്ഷി വാസുദേവൻ എന്നിവർക്കെതിരെ ഇപ്പോൾ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ P. മോഹനിലേക്ക് എത്തിയത് പോലും ഒരു കള്ളക്കഥയായിരുന്നോ, കെട്ടുകഥയായിരുന്നോ? അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സത്യമായിരുന്നല്ലോ. ഒരേ വിധിക്കകത്ത് ഒരു വ്യക്തിക്ക് മാത്രം കെട്ടുകഥയും ബാക്കി ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന 12 പേരുടെയും കള്ളക്കഥയാകാൻ പറ്റുമോ? ഈ ഒരു കാര്യത്തിനകത്ത് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം കെട്ടുകഥയാണെന്ന് പറയേണ്ടി വരികയില്ലേ? അങ്ങനെയാണോ? അല്ലെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ കെട്ടുകഥ എന്ന് പറയുന്നത് തടിതപ്പാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാനത്തെ ശ്രമമാണ്. അല്ല, TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടു എന്ന കാര്യത്തിനകത്തോ അതിനകത്ത് CPM-ന്റെ ലോക്കൽ നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചോ ഇനി ആരും സംശയിക്കില്ലല്ലോ സാർ. കാരണം ഹൈക്കോടതി വിധിയാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന P. മോഹനെ പ്രതി ചേർക്കാൻ വേണ്ടി ഒരു അന്വേഷണ അതും DYSP റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യാജരേഖകളുണ്ടാക്കി മഹസർ തയ്യാറാക്കിയെന്നും അദ്ദേഹം അടക്കമുള്ളവർ വിചാരണ നേരിടണമെന്ന് പറയുമ്പോൾ താങ്കളുടെ ഭരണകാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. എൻ്റെ ഭരണകാലത്ത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കേസ് അന്വേഷണമായിരുന്നു അത് എന്ന് സംഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. വിൻസെന്റ് പോൾ എന്ന് പറയുന്ന വ്യക്തിയെ കേട്ടിട്ടില്ലേ? ഇൻവെസ്റ്റിഗേഷനിലെ കേരളത്തിലെ മാസ്റ്ററാണ്. അനൂപ് കുരുവിള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്വേഷണ ഇൻവെസ്റ്റിഗേഷനിലെ മാസ്റ്ററാണ്. ഇങ്ങനെയുള്ള 11 പേരുടെ ടീമാണ്. അതിൽ ജോസി ചെറിയാൻ മാത്രമൊന്നുമല്ല. 11 പേരുടെ ടീമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ആ ടീമിനെ നിയോഗിച്ചത് ഞാനുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു ടീം വർക്കിന്റെ വിജയമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തിനാ ജോസി ചെറിയാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, ജോസി ചെറിയാൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങേക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതിനകത്ത് വ്യാജരേഖ ഉണ്ടാക്കിയതിനുള്ള ശിക്ഷയല്ല, ഏത് കുറ്റത്തിനാണോ വ്യാജരേഖ ഉണ്ടാക്കിയത് ആ കുറ്റത്തിനുള്ള ശിക്ഷയാണ് ജോസി ചെറിയാൻ എന്ന DYSPക്ക് കുറ്റം തെളിയിക്കപ്പെട്ടാൽ കിട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല, കേരളം അഴീക്കോടൻ രാഘവൻ മുതൽ TP ചന്ദ്രശേഖരൻ വരെ വളരെ പ്രമുഖരായിട്ടുള്ള പൊളിറ്റിക്കൽ അസാസിനേഷൻസ് കണ്ടതാണ്. നോക്കൂ, TP ചന്ദ്രശേഖരൻ ചർച്ച ചെയ്ത പോലെ നമ്മൾ മറ്റേത് പൊളിറ്റിക്കൽ അസാസിനേഷനാണ് ചർച്ച ചെയ്തിട്ടുള്ളത്? ഞാൻ ചർച്ച ചെയ്തിട്ടില്ല മറ്റൊരു രാഷ്ട്രീയ കൊലപാതകവും. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയത്തിൽ വ്യാജ തെളിവുണ്ടാക്കി, വ്യാജ മഹസറുണ്ടാക്കി എന്നൊക്കെ ഇപ്പോൾ ഹൈക്കോടതിക്ക് വിധി എഴുതേണ്ടി വരിക എന്ന് പറയുന്നത് താങ്കളുടെ ഭരണകാലഘട്ടത്തിലെ പോലീസിൻ്റെ വീഴ്ചയാണത്. ഒരു കാരണവശാലും അവർക്ക് വീഴ്ചയെന്ന് പറയാൻ പറ്റുകയില്ല. അവർക്ക് ഏറ്റവും നല്ല അവാർഡ് കൊടുക്കേണ്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സാണ് അവരെ. ഞാൻ ചോദിക്കട്ടെ, കൊടി സുനിയെ പിടിക്കുന്നതിന് വേണ്ടി അവർ മുഴക്കോടി മലയിൽ പോയത് നികേഷിന്റെ വീടിന്റെ തൊട്ടിപ്പുറത്തല്ലേ?
അവരൊരു മഴക്കാലത്ത് കഴുത്തിൽ കയറും ഒക്കെ ഇവിടെ തോളിൽ ചുറ്റി തർക്കമില്ലല്ലോ മഴുവെടുത്ത് തോളെ അക്കാര്യത്തിലൊന്നും. വെച്ച് എനിക്ക് അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ നിലയിൽ വലിയ രീതിയിൽ റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ ഇവിടെ ജോസിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ, ജോസി കുറ്റം ചെയ്തതായി പ്രാഥമികമായി തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഹൈക്കോടതിയുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ മഹസർ തെറ്റായിരുന്നു. മാത്രമല്ല സാർ, അന്ന് പി മോഹനെ പ്രതി ചേർക്കാൻ വേണ്ടി ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ വെച്ച് പി മോഹനൻ ഗൂഢാലോചന നടത്തി കെ സി രാമേന്ദ്രനുമായി എന്ന രീതിയിലുള്ള ഒരു 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 വാദം കൊണ്ടുവന്ന് അത് കുറ്റപത്രത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു വാദം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് അലേബി സ്ഥാപിക്കാനായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പി മോഹൻ, മാത്രമല്ല ഇന്നിപ്പോൾ എം വി ഗോവിന്ദ മാസ്റ്റർ പറയുകയാണ്, ഒരു കൊള്ളത്തലവനെ പിടികൂടുന്നത് പോലെയാണ് അന്നത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പി മോഹനെ പിടിച്ചത് എന്ന്. ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗിയെ വേട്ടയാടുന്ന രീതി യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിൻ്റെ കേസിനകത്ത് അങ്ങ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അത് ഗോവിന്ദ മാഷക്ക് അതിനെക്കുറിച്ച് കാര്യമായി അറിയില്ലാത്തതുകൊണ്ട്, അല്ലെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അതൊന്നും അല്ലല്ലോ സംഭവം. ആ കേസന്വേഷണത്തിൽ നിന്ന് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ ആർക്കാണ് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് കണ്ണൂരിൽ അതിനുശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വർഷക്കാലത്തേക്ക് ഇല്ലാതെ പോയത്? ഈ അന്വേഷണം നിഷ്പക്ഷമായി പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നയാളിനെ ഒറ്റപ്പെടുത്തി അടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, മോഹനൻ മാഷെ വിസ്തരിക്കേണ്ടിയിരുന്ന ആരാണ്? അന്ന് ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായിരുന്ന CK ശ്രീധരനാണ്. അന്ന് എന്തുകൊണ്ടാണ് CK ശ്രീധരൻ ഹാജരാകാത്തതെന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം ഒരു കേസിനകത്ത് ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചാൽ നമ്മൾ ആ കാര്യം ചോദിക്കുന്നത് ശരിയല്ല. അന്ന് CK ശ്രീധരൻ ഹാജരായില്ലല്ലോ. ഞാൻ പിന്നീട് തിരക്കിയപ്പോൾ CK ശ്രീധരൻ അന്ന് നമ്മളുടെ വേറെ ആളാണ്, പകരം ആളാണ് അന്ന് മോഹന മാഷെ ക്വസ്റ്റ്യൻ ചെയ്തത്. CK ശ്രീധരൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ വണ്ടി കിട്ടാൻ പറ്റിയില്ലെന്നാണ്. അങ്ങനെ ഒരു ഫ്ലിൻസി ആയിട്ടൊരു ആർഗ്യുമെന്റ് പറയാൻ പറ്റുന്നതാണോ? അതൊക്കെ ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിച്ചാൽ മതി. CK ശ്രീധരൻ ചില കാലങ്ങളിൽ മോഹനൻ മാസ്റ്ററുടെ ചില കേസുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആ കാലത്ത് സംസാരവും ഉണ്ടായിരുന്നു. CK ശ്രീധരൻ ഗൂഢാലോചന നടത്തിയത് കൊണ്ടാണ് വിചാരണ കോടതിയിലെ പി മോഹനൻ രക്ഷപ്പെട്ടതെന്നാണോ? എന്നല്ലല്ലോ ഞാൻ പറയുന്നതിന്റെ എക്സ്ട്രീം വയലന്റ് അഭിപ്രായമാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. അന്ന് CK ശ്രീധരൻ ഒരുപക്ഷെ കാഷ്വലായിട്ട് ആബ്സെന്റ് ആയതായിരിക്കാം, പക്ഷെ ഹാജരായിരുന്നില്ല. അല്ല, പിന്നീട് CK ശ്രീധരൻ CPM-ൽ ചേർന്നല്ലോ. CK ശ്രീധരന്റെ പുസ്തകം പിണറായി വിജയൻ പ്രകാശനം ചെയ്തല്ലോ. അപ്പോൾ CK ശ്രീധരൻ ഗൂഢാലോചന നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ കേസിൽ ഉഴപ്പിയത് കൊണ്ടോ ആണ് പി മോഹനന്റെ കേസ് സ്ട്രോങ് ആക്കാൻ കഴിയാതെ പോയതെന്നാണ്. എന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അന്ന് കുമാരൻകുട്ടിയാണ് ഈ മോഹനൻ മാഷ വിസ്തരിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു കേസ് ഒരാളിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേസിൽ പ്രൈം അക്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതല്ലേ, ചോദ്യം ചോദിക്കണ്ടേ? അത് പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം കാലം കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ പഴയ ഒരു കാര്യം കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഒരു കഥയില്ല. സംഭവങ്ങൾ ഇങ്ങനെയുണ്ട് എന്നുള്ളത് ഇതുവരെ അറിയാത്ത ആളുകൾ നികേഷിലൂടെ ഒന്ന് അറിഞ്ഞു എന്ന്. ശരി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. Debate with MV Nikesh Kumar.